Hello guys, welcome to another episode of my vlog part 2 wedding anniversary vlog. Arimbra Hills or Mini Ooty is a tourist spot between Malappuram and Kondoti in Malappuram district in Kerala. സമുദ്രനിരപ്പിൽ നിന്ന് 445 മീറ്റർ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെഡിങ് ആനിവേഴ്സറി വ്ളോഗിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ആദ്യത്തെ ഭാഗം കാണാത്തവർ ചാനലിൽ പോയി വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇവിടെ നമ്മുടെ മിനി ഊട്ടി എന്ന് എഴുതി വെച്ചാൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ടോയ്സ് ഒക്കെ ഇവിടെ വിൽക്കാനുണ്ടായിരുന്നു. ഈ സൈഡിലായിട്ട് ആക്ടിവിറ്റീസും ഗെയിംസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇതൊരു ഫിഷ് സ്പായാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹൊറർ ഹൗസ് ഇവിടെയുണ്ട്. പക്ഷെ നമ്മൾ അവിടേക്ക് കയറിയില്ല. താഴത്തുള്ള അക്വേറിയത്തിലേക്കാണ് പോയത്. നമ്മൾ ഈ ഭാഗത്ത് ഒരു ഫിഷിൻ്റെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൻ്റെ ഉള്ളിലാണ് കയറി വന്നിട്ടുള്ളത്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് മീനുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പല കളറുകളിലായിട്ട് പല ടൈപ്പിലുള്ള വെറൈറ്റി ഫിഷുകളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരുപാട് ടൈപ്പിലുള്ള ഫിഷ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. തൃശ്ശൂരിലുള്ള അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. അത് വലിയൊരു സെറ്റ് തന്നെയാണ്. വലിയ അക്വേറിയമാണ് അവിടെ ഉള്ളത്. ഇത് അതുപോലെയൊക്കെ വരുന്ന ചെറിയൊരു സെറ്റപ്പാണ്. ആദ്യമോൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒരു അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കാണുന്നത്. ഇതിനു മുന്നേ നമ്മൾ കോഴിക്കോട് സെറ്റിട്ട സമയത്തൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഈ വെള്ളം ഒഴുകുന്നതൊക്കെ കാണുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെ. നമുക്ക് ഇവിടെ വന്നാൽ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തന്നെ തോന്നും. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് ഈ ഫിഷിൻ്റെ സ്ഥലത്ത് ആൾക്കാരൊക്കെ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്നിത് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനും ഞങ്ങളുടെ ഇഷ്ടത്തിന് ഫോട്ടോസും വീഡിയോസും എടുക്കാനും ഇതിങ്ങനെ ശരിക്കും ആസ്വദിക്കാനും ഒരു വൈബ് ഫീൽ ചെയ്യാനും സാധിച്ചു. ഇതാണ് നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് ഈ മിനി ഊട്ടിയിലെ മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്കിലാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഹൊറർ ഹൗസും ഇവിടെയാണുള്ളത്. ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ മിനി ഊട്ടി മിസ്റ്റി ലാൻഡ്. അരിമ്പ്ര മലനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊരു നല്ല അടിപൊളി ഹിൽ സ്റ്റേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഫിഷുകൾ, പല കളറിലുള്ള നല്ല ഭംഗിയുള്ള മീനുകൾ ഇതിനകത്തുണ്ട്. ഇങ്ങനെ ചെറിയ മീനുകളിൽ തുടങ്ങി നല്ല അടിപൊളിയായിട്ടുള്ള വലിയ മീനുകളിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഉള്ളിൽ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കംപ്ലീറ്റ് ആയിട്ട് കണ്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ നിറയെ കടകളൊക്കെ ഉണ്ട്. പോപ്കോണും ഐസ്ക്രീമും പാനിപുരിയും കുൽക്കി സർബത്തും എഗ് കുൽഫിയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. നമ്മൾ ഒരു ഗ്ലാസ് ചായയും ഒരു ഗ്ലാസ് കോഫിയും പിന്നെ കുഴലപ്പം ഒക്കെ വാങ്ങി അവിടെ ഒരു സ്റ്റോൺ ബെഞ്ച് ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അത് കഴിച്ചു. നല്ല ചൂട് ചായയും അതിൻ്റെ ഒപ്പം ഈ കിഡിലൻ ആംബിയൻസ് ഉള്ള അറ്റ്മോസ്ഫിയർ പ്ലേസും കൂടെ ചേരുമ്പോൾ സൂപ്പർ കിഡ് വൈബ്, ഒന്നും പറയാനില്ല. അടിപൊളി ആയിരുന്നു. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഇവിടെ വന്നത് എന്തുകൊണ്ടും നന്നായി. കാരണം മോനാണെങ്കിലും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ നല്ല രസമാണ്. ഒരു വലിയ കൊക്ക തന്നെയാണ് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ഈ ഭാഗത്താണ് ഗെയിംസ്, ആക്ടിവിറ്റീസ്, ഹൊറർ, അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം എല്ലാം വരുന്നത്. എനിക്ക് സ്വീറ്റ് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് കാരമലിൻ്റെ പോപ്കോൺ ആണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് കോൺ വേണോ? പോപ്കോൺ മതി. ഇതും പോപ്കോണാ? ഇതാണ് എൻ്റെ പോപ്കോൺ. പിന്നെ നമ്മളിവിടെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പിൽ കയറി ആദ്യക്കൂട്ടിനൊരു പോപ്കോൺ മേടിച്ചു. പിന്നെ ഇവിടെ കുറേ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 2-3 പുളിയച്ചാറൊക്കെ എടുത്തു. പിന്നെ അതിൽ നിന്ന് മാങ്ങയും ക്യാരറ്റും പൈനാപ്പിളും അമ്പഴങ്ങയും നെല്ലിക്കയും എല്ലാം എടുത്തൊരു കവറിലാക്കി മേടിച്ചു. പൈനാപ്പിൾ ഞാൻ സെപ്പറേറ്റ് കയ്യിൽ തന്നെ വാങ്ങി.
പിന്നെ അച്ചാറിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പൈനാപ്പിളിൽ അച്ചാർ മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വ്ളോഗായിട്ട് കാണാം. അതുവരേക്കും ബായ്.